സഹകരണ സംഘങ്ങൾ നമ്മുടെ നാട്ടിൽ വളരെ വ്യാപകമായി ആളുകൾക്ക് വളരെ സ്വീകാര്യതയുള്ള സംവിധാനമാണ്. അല്ലെങ്കിൽ ആയിരുന്നു എന്നൊക്കെ പറയേണ്ടി വരും. ആയിരുന്നു എന്ന് പറയേണ്ടി വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രീയ പാർട്ടികളാണ് സഹകരണ സംഘങ്ങളെ നിയന്ത്രിക്കുന്നത്. അതിൽ നല്ലൊരു പങ്ക് CPM ആണ്, കുറച്ച് കോൺഗ്രസ് ഉണ്ട്, കേരള കോൺഗ്രസ് ഉണ്ട്, കുറച്ച് BJP എവിടെയെങ്കിലുമൊക്കെ കാണും, മുസ്ലിം ലീഗ് ഉണ്ട്. ഈ രാഷ്ട്രീയ പാർട്ടികളുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ച് കൊടുക്കേണ്ടി വരുന്ന ഒന്നായി പെൻഷൻ മാറാൻ പാടില്ല. സഹകരണ സംഘങ്ങളിൽ ജനങ്ങൾക്കുള്ള വിശ്വാസ്യത വലിയ തോതിൽ ഇടിഞ്ഞിട്ടുണ്ട്. അത് CPM മാത്രമല്ല, എല്ലാവരും. ഇപ്പൊ കരുവന്നൂർ അടക്കമുള്ള സഹകരണ സംഘങ്ങളിലെ തട്ടിപ്പുകൾ വലിയ തോതിൽ ജനങ്ങളുടെ വിശ്വാസ്യതയ്ക്ക് ഇടിവുണ്ടാക്കിയിട്ടുണ്ട് എന്നതിൽ ഒരു തർക്കവുമില്ല. പല ആശുപത്രികളും മെഡിസപ്പ് എടുക്കുന്നില്ല, മറ്റ് ഇൻഷുറൻസ് ഒക്കെ എടുക്കും, മെഡിസപ്പ് എടുക്കില്ല. കാരണം എന്താ? സർക്കാർ കാശ് കൊടുക്കില്ല. സർക്കാർ ആശുപത്രികൾക്ക് സ്വകാര്യ ആശുപത്രി എടുക്കണമെങ്കിൽ എടുക്കണം, അപ്പൊ മെഡിസപ്പ് എടുക്കില്ല. ഇൻഷുറൻസ് എന്താ? ഞാൻ 1000 രൂപയുടെ ഇൻഷുറൻസ് കിട്ടിയാൽ എനിക്ക് 1.5 ലക്ഷമോ 2 ലക്ഷമോ എൻ്റെ ട്രീറ്റ്മെന്റിന് വേണ്ടേ. പ്രത്യേകിച്ച് പെൻഷൻ പറ്റിയവർക്ക് മെഡിസപ്പിൽ നിന്ന് ഗുണം കിട്ടുന്നില്ല. UDF സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ പഴയ രീതികളിൽ നിന്ന് അല്ലെങ്കിൽ മുൻപ് വന്നിരുന്ന അല്ലെങ്കിൽ പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് ഉണ്ടായിരുന്ന പല കാര്യങ്ങളിലും വലിയ മാറ്റങ്ങൾ വരുമെന്ന് ആദ്യം തന്നെ അറിയാമായിരുന്നു. എന്നാൽ ഇപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന CPM സൈബർ ഹാൻഡിലുകൾ വൈകാരികമായി ഉപയോഗിക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് സാമൂഹിക പെൻഷൻ വിതരണത്തിൽ വന്ന മാറ്റമാണ്. മുൻപ് സഹകരണ ബാങ്കുകൾ വഴി വീട്ടിലേക്ക് എത്തിക്കുകയായിരുന്നു പെൻഷൻ. ഇനി കിടപ്പ് രോഗികൾക്കും പുറത്ത് അല്ലെങ്കിൽ അത്രത്തോളം പുറത്തേക്ക് പോയി വാങ്ങാൻ ബാങ്കുകളിൽ എത്താൻ കഴിയാത്ത ആളുകൾക്ക് മാത്രമേ പെൻഷൻ വീടുകളിലെത്തൂ, ബാക്കി എല്ലാവരും ബാങ്കിൽ പോയി എടുക്കണമെന്നാണ് പറയുന്നത്. എന്നാൽ പ്രതിപക്ഷം പറയുന്നത്, സർക്കാർ ഒരുപാട് കാരണങ്ങളാണ് പറയുന്നത്, സാമ്പത്തികമായിട്ടുള്ള ഒരു വശമൊക്കെയാണ് സർക്കാർ ചൂണ്ടിക്കാട്ടുന്നത്. എന്നാൽ പ്രതിപക്ഷം പറയുന്നത് പെൻഷൻ വിതരണം തന്നെ നിർത്തലാക്കാൻ വേണ്ടി കാണിക്കുന്ന അല്ലെങ്കിൽ അതിന്റെ ആദ്യ പടിയാണ് ഈ ഒരു മാറ്റം എന്നാണ്. ഈ മാറ്റം കേരളത്തിന് ആവശ്യമുള്ള മാറ്റമാണോ? അല്ല, പ്രതിപക്ഷം എന്ത് വേണേ പറയട്ടെ, അവർക്ക് ഇപ്പൊ അതല്ലേ പറയാൻ പറ്റൂ. യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിലെ പെൻഷനുകളെല്ലാം ഇപ്പോൾ MNREG അടക്കമുള്ള പെൻഷനുകളെല്ലാം ബാങ്കിൽ കൂടിയാണ് വരുന്നത്. സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ പെൻഷനൊക്കെ ബാങ്കിൽ കൂടിയാണ്. അപ്പോൾ പെൻഷൻ ബാങ്കിൽ കൂടി വരിക എന്നുള്ളത് ഒരു തെറ്റായ കാര്യമേ അല്ല. അതിൽ തന്നെ ഈ പറഞ്ഞതുപോലെ കിടപ്പ് രോഗികൾക്ക് ബാങ്കിൽ നിന്ന് പെൻഷൻ എത്തിക്കാനുള്ള ഏർപ്പാട് സർക്കാരുകൾക്ക് ചെയ്യാം, പഞ്ചായത്തുകൾക്ക് ചെയ്യാം. ഞാൻ പറയുന്നത് പഞ്ചായത്തുകൾ ഉണ്ടല്ലോ നമ്മുടെ നാട്ടിൽ, അവരാണല്ലോ ഈ ലിസ്റ്റ് തിരഞ്ഞെടുത്ത് കൊടുക്കുന്നത്, അവർക്ക് ചെയ്യാം. പ്രശ്നം എന്താ? സഹകരണ സംഘങ്ങൾ നമ്മുടെ നാട്ടിൽ വളരെ വ്യാപകമായി ആളുകൾക്ക് വളരെ സ്വീകാര്യതയുള്ള സംവിധാനമാണ്. അല്ലെങ്കിൽ ആയിരുന്നു എന്നൊക്കെ പറയേണ്ടി വരും. ആയിരുന്നു എന്ന് പറയേണ്ടി വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രീയ പാർട്ടികളാണ് സഹകരണ സംഘങ്ങളെ നിയന്ത്രിക്കുന്നത്. അതിൽ നല്ലൊരു പങ്ക് CPM ആണ്, കുറച്ച് കോൺഗ്രസ് ഉണ്ട്, കേരള കോൺഗ്രസ് ഉണ്ട്, കുറച്ച് BJP എവിടെയെങ്കിലുമൊക്കെ കാണും, മുസ്ലിം ലീഗ് ഉണ്ട്. ഈ രാഷ്ട്രീയ പാർട്ടികളുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ച് കൊടുക്കേണ്ടി വരുന്ന ഒന്നായി പെൻഷൻ മാറാൻ പാടില്ല. ഭരണകക്ഷി മാറാം, പ്രതിപക്ഷം മാറാം, പക്ഷെ പെൻഷൻ കൃത്യമായി കിട്ടണം. ഞാനിത് ഓർക്കുന്നത്, ഈ ഗവൺമെന്റ് വന്ന ആദ്യത്തെ റംസാന് പെരുന്നാളിന് മുമ്പുള്ള പെൻഷൻ വന്നപ്പോൾ, റംസാൻ ബക്രീദ് പെൻഷൻ വന്നപ്പോൾ പെൻഷൻ കിട്ടിയില്ല എന്ന് പറഞ്ഞ് കുറേ സ്ഥലത്ത് പരാതി വന്നു. അപ്പൊ എന്താണെന്ന് അന്വേഷിച്ചപ്പോൾ CPM നയിക്കുന്ന സഹകരണ സംഘങ്ങൾ പെൻഷൻ കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ ഇങ്ങോട്ട് വാ. അതിന്റെ വാർത്തകളൊക്കെ നമ്മുടെ നാട്ടിൽ വന്നു. മറ്റൊരു വാർത്ത, സഹകരണ സംഘത്തിലെ പാർട്ടിക്കാർ കമ്മീഷൻ വാങ്ങുന്നു, അങ്ങനെ വാർത്ത വന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ സഹകരണ സംഘങ്ങളിൽ ജനങ്ങൾക്കുള്ള വിശ്വാസ്യത വലിയ തോതിൽ ഇടിഞ്ഞിട്ടുണ്ട്. അത് CPM മാത്രമല്ല, എല്ലാവരും. ഇപ്പൊ കരുവന്നൂർ അടക്കമുള്ള സഹകരണ സംഘങ്ങളിലെ തട്ടിപ്പുകൾ വലിയ തോതിൽ ജനങ്ങളുടെ വിശ്വാസ്യതയ്ക്ക് ഇടിവുണ്ടാക്കിയിട്ടുണ്ട് എന്നതിൽ ഒരു തർക്കവുമില്ല. അത് ലീഗിന്റെ സംഘമായാലും കോൺഗ്രസിന്റെ സംഘമായാലും കേരള കോൺഗ്രസിന്റെ സംഘമായാലും BJPയുടെ സംഘമായാലും. കാരണം കക്ഷി രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിലല്ല പെൻഷൻ വിതരണം വേണ്ടത്, അവിടെയാണ് പ്രശ്നം. നാഷണലൈസ്ഡ് ബാങ്കോ അല്ലെങ്കിൽ ഷെഡ്യൂൾഡ് ബാങ്കോ വഴിയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായും അതിൻ്റെ അക്കൗണ്ടബിലിറ്റി ഉണ്ട്. ഇപ്പം ബാങ്കിലൊരു ഉദ്യോഗസ്ഥൻ പോയി കാശ് തരാം, അതുകൊണ്ട് ഇത് ചെയ്യാന്ന് പൈസ മേടിക്കാൻ പറ്റില്ല. പക്ഷേ സഹകരണ ബാങ്കിലെ ഉദ്യോഗസ്ഥർക്ക് അല്ലെങ്കിൽ പാർട്ടിക്കാർക്ക് അതിൻ്റെ പൂർണ്ണമായ നിയന്ത്രണമുണ്ട്. ആ നിയന്ത്രണം കൊണ്ടാണ് സഹകരണ സംഘം പരാജയപ്പെട്ടത്. പാർട്ടി സംഘങ്ങളായി, എല്ലാം പാർട്ടി സംഘങ്ങളാവുമ്പോൾ അതുകൊണ്ടാണല്ലോ കോടിക്കണക്കിന് രൂപ. ഇപ്പൊ കരുവന്നൂരിനെ കുറിച്ച് CPM ഉണ്ടല്ല, എത്ര കോടി രൂപയാണ് അതിലൂടെ മറിച്ചെടുത്തത്, അടിച്ചെടുത്തത് എന്നതിന്റെ കണക്കൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അത്തരം അതിൽ പോലും ഇതുവരെ ഒരു തീരുമാനം എത്തിക്കാൻ കഴിഞ്ഞ സർക്കാരിന് കഴിഞ്ഞില്ല. 10 വർഷത്തോളം ഭരിച്ചപ്പോൾ സർക്കാരിന് കഴിഞ്ഞില്ല, ഇപ്പോഴും കഴിയുന്നില്ല. അപ്പോൾ സ്വാഭാവികമായും പെൻഷൻ ഏറ്റവും കൂടുതൽ ഉറപ്പായി കൊടുക്കാൻ കഴിയുന്നത് ബാങ്കിങ് സംവിധാനം വഴി തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ MNREG വരെ 0 ബാങ്ക് ബാലൻസ് വേണം.
പക്ഷെ ഇതിൽ ഗവൺമെന്റ് ഉറപ്പാക്കേണ്ട 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ പറഞ്ഞതുപോലെ കിടപ്പ് രോഗികൾ അതുപോലെയുള്ള ആളുകൾക്ക് എങ്ങനെ പെൻഷൻ എത്തുന്നുവെന്ന് ഉറപ്പാക്കേണ്ടതുണ്ട്. ഇപ്പം ഞാൻ കണക്കാക്കുന്ന ചില ബാങ്കുകൾക്ക് പോലും സംവിധാനം ഉണ്ടെന്ന്, തങ്ങളുടെ അക്കൗണ്ട് ഹോൾഡേഴ്സിന് പൈസ എത്തിക്കാനുള്ള. ഇപ്പം നമ്മൾ ബാങ്കിൽ നമുക്ക് ബാങ്കിൽ വിളിച്ച് പറഞ്ഞാൽ മതി, ബാങ്കിൽ വിളിച്ച് പറഞ്ഞാൽ എൻ്റെ പൈസ എൻ്റെ വീട്ടിലെത്തും. അപ്പം അങ്ങനെ പല ബാങ്കുകൾക്കും സംവിധാനമുണ്ട്. പൈസ വീട്ടിൽ നിന്ന് വന്ന് കളക്ട് ചെയ്യും. കാരണം പലരും പ്രായമായ ആളുകളും വയ്യാത്തവരും അത് ചെയ്യിക്കാൻ ഒന്നുകിൽ ഗവൺമെന്റിന് കഴിയണം. 2, ഈ കിടപ്പ് രോഗികൾ ആരാന്നറിയണമെങ്കിൽ പഞ്ചായത്ത് വഴിക്കല്ലേ പറ്റുള്ളൂ. തീർച്ചയായും അതിൻ്റെ ലിസ്റ്റ് എടുക്കണം. ആ ലിസ്റ്റ് എടുത്ത് ഒന്നുകിൽ അവർക്ക് അക്കൗണ്ട് എടുപ്പിക്കണം, അല്ലെങ്കിൽ അവർക്ക് പൈസ കിട്ടിയെന്ന് ഉറപ്പാക്കണം. ഇത് ഗവൺമെന്റ് ജോലിയാണ്. സഹകരണ സംഘങ്ങൾ വഴി കിട്ടിയിരുന്നില്ല, അത് വേറെ പ്രശ്നം. സഹകരണ സംഘങ്ങൾ തെറ്റ് ചെയ്തിരുന്നുവെങ്കിൽ അത് വേറെ, അത് നമുക്ക് വേറെ പരിശോധിക്കാം. പക്ഷെ പെൻഷൻ ആർക്കും കിട്ടിയില്ല എന്ന പരാതി വരാൻ പാടില്ല. അതിനെന്ത് സംവിധാനം ഉണ്ടാക്കും സർക്കാർ? അത് നമ്മൾ ശ്രദ്ധയോടെ കാത്തുകൊണ്ടിരിക്കുക. അത് പഞ്ചായത്തുകളുമായി ബന്ധപ്പെട്ടൊക്കെ ചെയ്യണം. ഇപ്പൊ അത് മാത്രമല്ല, ഏറ്റവും ഒടുവിൽ ഇന്നത്തെ, ഞാൻ വിചാരിക്കുന്ന ഇന്നത്തെയോ ഇന്നലത്തെയോ കേട്ട് വന്നിട്ടുള്ള ഒരു വാർത്ത, കേഡസ്ക് എന്ന് പറയുന്ന ഒരു സംവിധാനം കുടുംബശ്രീകളെ അതിൽ നിന്ന് ഒഴിവാക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അവിടെ ഈ പ്രശ്നമുണ്ട്, രാഷ്ട്രീയ കളിയുണ്ട്. കുടുംബശ്രീയുടെ പ്രൊമോട്ടർ, കോർഡിനേറ്റർ എന്നൊക്കെ വെക്കുന്നത് പാർട്ടിക്കാരെയാണ്. ഏത് പാർട്ടിക്ക് സ്വാധീനം ഉണ്ടെങ്കിൽ അവർ വയ്ക്കും. അങ്ങനെ വരാൻ പാടില്ല. ഞാൻ പറഞ്ഞ അതൊരു പ്രൊഫഷണൽ സംവിധാനമാണ്. കുടുംബശ്രീ ചെയ്തോട്ടെ, കുടുംബശ്രീയോ സ്ത്രീകൾ ചെയ്യുന്നതിന് നമ്മളൊരു വിരോധമില്ല. പക്ഷേ അത് പ്രൊഫഷണലായിട്ട് സംവിധാനമാണ്. ഡെസ്ക് ആളുകൾക്ക് സഹായം കിട്ടാനും മറ്റു രീതിയിൽ തൊഴിലുമായി ബന്ധപ്പെട്ടാണ്. പിന്നെ ഇപ്പം ഈ രാജ്യത്ത് ഇപ്പോഴത്തെ യുവാക്കളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ഒന്നും വലിയ ആവശ്യമില്ല, ഡെസ്ക് ഒന്നും വലിയ ആവശ്യമില്ല. കാരണം അവർക്ക് അവരുടെ മൊബൈലിൽ ലോകത്തുള്ള എല്ലാ വിവരവും കിട്ടുന്ന കുട്ടികളാണ്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരു സംവിധാനം സർക്കാർ നടപ്പാക്കണോ, അല്ലെങ്കിൽ അതിനെന്തെങ്കിലും ബദൽ സംവിധാനം കൊണ്ടുവരണോ എന്നുള്ളത്. തീർച്ചയായും അങ്ങനെ ബദൽ സംവിധാനം ആവശ്യമാണെങ്കിൽ കുറെ കൂടി സുതാര്യമായ, നേരത്തെ പെൻഷന്റെ കാര്യം പറഞ്ഞ പോലെ സുതാര്യമായൊരു സംവിധാനം വേണം. സുതാര്യമല്ല സംവിധാനം അല്ലെങ്കിൽ ഏറ്റവും പാവപ്പെട്ടവന് കൊടുക്കുന്ന പെൻഷനിൽ നിന്ന് തന്നെ അടിച്ചു മാറ്റുന്ന രീതി വരാം. ഇത്തരം സംവിധാനങ്ങൾ പാർട്ടി സംവിധാനങ്ങളായി, ഇപ്പോൾ പാർട്ടിക്ക് നിങ്ങൾക്ക് വരണമെങ്കിൽ പാർട്ടി പ്രകടനത്തിന് വന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പണി ഉണ്ടാവില്ല എന്ന് പറയുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാവാൻ പാടില്ല. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് പലപ്പോഴും ആ പരാതി ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ പല ഫോൺ കോളുകളും പുറത്തു വന്നിട്ടുണ്ട്. നിങ്ങൾ കുടുംബശ്രീ ആണെങ്കിൽ വന്നോളണം, അല്ലെങ്കിൽ ലോൺ കിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റ് സൗകര്യങ്ങൾ കിട്ടില്ല, തൊഴിൽ കിട്ടില്ല എന്നൊക്കെ. ഇത് അതുമായിട്ട് ബന്ധപ്പെടുത്താൻ പാടില്ല. അതാണ് എൻ്റെ ഒരു നിലപാട്. അതാണ് ഒരു പ്രൊഫഷണലാണ്, അതിനൊരു പാർട്ടിക്കും പ്രത്യേകിച്ച് സംവിധാനം വേണ്ട. കാരണം നാളെ വേറെ ഗവൺമെന്റ് വന്നാലും അത് അങ്ങനെ തന്നെ തുടരാൻ കഴിയുന്നൊരു സംവിധാനം വേണം. ഇപ്പം മെഡിസെപ്പ് വേറൊരു കാര്യം, ഗവൺമെന്റിന്റെ കാലത്ത് വന്നിട്ടുള്ള വേറൊരു പരിഷ്കാരമാണ്. കഴിഞ്ഞ ഗവൺമെന്റ് മെഡിസെപ്പ് ഗംഭീര പദ്ധതിയായിട്ട് നടപ്പാക്കിയതാണ്. പക്ഷെ എന്താ സംഭവിച്ചത്? ഒരു 90% ആളുകൾക്ക് അതുകൊണ്ട് ഒരു ഗുണമില്ല. റിട്ടയർ ചെയ്ത ഉദ്യോഗസ്ഥന്മാർക്ക് ഒരു ഗുണമില്ല, മെഡിസെപ്പ് കിട്ടുന്നില്ല. നിരവധി പരാതി. അതിനേക്കാൾ കൂടുതൽ വന്ന പരാതി, പല ആശുപത്രികളും മെഡിസെപ്പ് എടുക്കുന്നില്ല. മറ്റ് ഇൻഷുറൻസ് ഒക്കെ എടുക്കും, മെഡിസെപ്പ് എടുക്കില്ല. കാരണം എന്താ? സർക്കാർ കാശ് കൊടുക്കില്ല. സർക്കാർ ആശുപത്രികൾക്ക് സ്വകാര്യ ആശുപത്രി എടുക്കണമെങ്കിൽ എടുക്കണം, അപ്പൊ മെഡിസെപ്പ് എടുക്കില്ല. അപ്പൊ മെഡിസെപ്പ് എന്ന് പറയുന്ന സംവിധാനം അത് തന്നെ വലിയ തോതിൽ ആളുകളിൽ നിന്ന് പണം പിരിക്കുകയും പിരിച്ച പണത്തിന്റെ വളരെ കുറവ് കൊടുക്കുകയും ചെയ്തു എന്നാണ് ഇപ്പൊ റിപ്പോർട്ട് വരുന്നത്. അത് വരാൻ പാടില്ല. ഇൻഷുറൻസ് എന്താ? ഞാൻ 1000 രൂപയുടെ ഇൻഷുറൻസ് കിട്ടിയാൽ എനിക്ക് 1.5 ലക്ഷമോ 2 ലക്ഷമോ എൻ്റെ ട്രീറ്റ്മെന്റിന് വേണ്ടേ. പ്രത്യേകിച്ചും പെൻഷൻ പറ്റിയവർക്ക് മെഡിസെപ്പിൽ നിന്ന് ഗുണം കിട്ടുന്നില്ല, വർക്ക് ചെയ്യുന്നവർക്കും കിട്ടുന്നില്ല. മാത്രമല്ല ഇതുകൊണ്ട് തന്നെ ഇവർക്ക് വേറെ ആശുപത്രി പോകാനും പറ്റില്ല, വേറെ ഇൻഷുറൻസുകളൊന്നും വർക്ക് ചെയ്യില്ല. അങ്ങനെ പ്രശ്നമുണ്ട്. കാരണം ഒന്നിൽ കൂടുതൽ ഇൻഷുറൻസ് ഒക്കെ ചിലപ്പോൾ പ്രോബ്ലംസ് ഉണ്ടാവും. അതുകൊണ്ട് മെഡിസെപ്പ് സംവിധാനം എങ്ങനെ മാറ്റുന്നു? ഞാൻ പറഞ്ഞ ഒരു സംവിധാനത്തിൽ തകരാറുണ്ടെന്ന് കണ്ടെത്തിയാൽ അത് മാറ്റുന്നതിൽ ഒരു തെറ്റുമില്ല. അത് മെഡിസെപ്പ് ആയാലും പെൻഷൻ വിതരണമായാലും ഡെസ്ക് ആയാലും. പക്ഷേ മാറ്റുന്നത് ഇന്നത്തേക്കാൾ മെച്ചപ്പെട്ട സംവിധാനത്തിലേക്കാണ്. പ്രതിപക്ഷം ഇതിനെതിരെ വർത്തമാനം പറയുന്നതെന്നൊരു കാര്യമില്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു വരുമാന മാർഗ്ഗമാണ് ഇല്ലാണ്ടാവണമെന്നാണ് പലരും പറയുന്നത്. സഹകരണ സംഘങ്ങൾ, നടത്തിപ്പ് കൊണ്ടുകാർ, പാർട്ടി ലോക്കൽ കമ്മിറ്റികൾക്കൊക്കെ നടത്തിപ്പിന് ചെലവ് കിട്ടും. അത് കിട്ടില്ല ഇനിയിപ്പോൾ. അത് പോട്ടെ, അത് അല്ല വേണ്ടത്. അപ്പോൾ കോൺഗ്രസ്സുകാരും ഉണ്ടാവാം. ഞാനിപ്പോൾ CPM മാത്രമല്ല, കോൺഗ്രസ്സുകാരും ഉണ്ടാവാം. ആരും എടുക്കരുത്. അങ്ങനെ എടുക്കാതെ സുതാര്യമായി സർക്കാർ 1 രൂപ മുടക്കിയാൽ 1 രൂപ ആ യഥാർത്ഥ അർഹരായ ആളുകൾക്ക് കിട്ടുന്നതെന്ന് ഉറപ്പാക്കേണ്ടത് ജനാധിപത്യത്തിലെ സുതാര്യതയ്ക്ക് വളരെ പ്രധാനമാണ്. അത് ചെയ്യുകയാണെങ്കിൽ നല്ലത്.
അതിന്റെ പ്രവർത്തന രീതികൾ കണ്ടിട്ട് നമുക്ക് പൂർണ്ണമായി അതിനെ വിലയിരുത്താൻ പറ്റും.